പൂതപ്പാട്ട്. നാടോടി കഥകളും പഴംപാട്ടും മുത്തശ്ശിമാർ കുട്ടികളുടെ കുഞ്ഞിക്കാതിൽ പകർന്നു കൊടുത്തിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അവരുടെ മനസ്സ് നിറയെ ഭാവനകളും താളങ്ങളും ഓളം തുള്ളി നിറയും. ഇന്ന് കഥ പറയുന്ന മുത്തശ്ശി എവിടെ? കഥ കേൾക്കാൻ കുട്ടികളെവിടെ? പഴമനസ്സുകളിൽ നിന്ന് ആർജിച്ച കരുത്തും നന്മകളും കലയുടെ പുതുചലനങ്ങളും ഇഴചേർത്ത് മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ടിന്റെ ഒരു ദൃശ്യാവിഷ്കാരം. ഉണ്ണി, ദേ ഭൂതം വരും. ഉണ്ട കണ്ണും കൂർത്ത നഖങ്ങളും ചോര കുടിക്കുന്ന ചുണ്ടുകളുമായി ഭൂതം വരും. പറയന്റെ കുന്നിന്റെ അങ്ങേ ചരിവിലെ പാറക്കെട്ടിനടിയിൽ കിളിവാതിലിൽ കുടിത്തുറുകണ്ണും പായിച്ചു പകലൊക്കെ പാർക്കുന്നു ഭൂതം. പകലൊക്കെ പാർക്കുന്നു ഭൂതം. പകലൊക്കെ പാർക്കുന്നു ഭൂതം. അമ്മേ, എന്തിനാ അമ്മ ഈ ഭൂതത്തിന് നെല്ലും മുണ്ടും കൊടുക്കുന്നത്? അതൊരു കഥയാണ്. എന്റെ ഉണ്ണിക്ക് അമ്മ അത് പറഞ്ഞു തരാട്ടോ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടോരുണ്ണി ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നും കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടൂക്കൻ. ഉണ്ണിക്കു കാതിൽ കുടക്കടൂക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു അങ്ങേരി. പാവ കൊടുക്കുന്നു അങ്ങേരി. ഉണ്ണിക്കെഴുവയസ്സു കഴിഞ്ഞു, കണ്ണം കാതുമുറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. ഉണ്ണി, ദാ എടുത്താണി പോലെ സൂക്ഷിക്കണേ. എന്റെ കുട്ടി തിരിച്ചു വരണവരെ ഈ അമ്മ ഇവിടെ തന്നെ കാത്തിരിക്കും. കുണ്ണി കയറി കണ്ണും പൈക്കളും മേയുന്ന കണ്ടു. ചെത്തി പൂവുകൾ പച്ചപ്പടർപ്പിൽ നിന്നെത്തി നോക്കി ചിരിക്കുന്ന കണ്ടു. പാറക്കെട്ടിന്റെ കൊച്ചു പിളർപ്പിലെ കിളിവാതിലപ്പോൾ തുറന്നു ഭൂതം. ഭൂതത്തിനുള്ളിലൊരിക്കിളി തോന്നി, ഭൂതത്തിൻ മാറത്തു കോരിത്തരിച്ചു. ഭൂതമോരോ മനപ്പെൺകിടാവായി പൂത്തമരത്തിന്റെ ചൊട്ടിലും. ഉണ്ണി, വാ.
നമുക്ക് കളിക്കാം. ഉണ്ണി, ആ എഴുത്താണി അങ്ങ് കളഞ്ഞേക്ക്. എനിക്ക് പള്ളിക്കൂടത്തിൽ പോണം. പൊയ്ക്കോ. അതിനു മുൻപ് ഒരിത്തിരി നേരം നമുക്ക് പൂമാല കെട്ടി കളിക്കാം. അതങ്ങ് കളഞ്ഞേക്ക്. ശ്രീമങ്ങി മഞ്ഞക്കതിരു പൊങ്ങി വേദങ്കണത്തിലെ കഥ ചെങ്ങി എഴുതുവാൻ പോയ ഇടാവു വന്നീലെവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി ആറ്റിൻകരകളിലങ്ങിങ്ങോളം അവനെ വിളിത്തു നടന്നാളമ്മ. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. കാറ്റിൽ ചൂടലിയ ചെന്നു ഭൂതം, ഗണത്തങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം, കണ്ണീരാലൊക്കെ കെടുത്താളമ്മ. കരിയായും പുലിയായും ചെന്നു ഭൂതം, കരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. ഇല്ല, ഈ പൊന്നാരക്കൂട്ടനെ എനിക്ക് വേണം. ഈ പൊന്നും മണികളും എല്ലാം ഞാൻ കിഴികെട്ടി നിനക്ക് തരാം. പക്ഷേ ഈ പൊന്നുണ്ണിയെ എനിക്ക് വേണം. ഇല്ല, അതിനൊക്കെ വലുതാ എനിക്ക് എന്റെ പൊന്നോമന. നിനക്ക് ഞാൻ എന്റെ കണ്ണവനെ പിഴുതെടുത്ത് തരാ. എനിക്ക് എന്റെ പൊന്നോമനെ തിരിച്ചു താ, തിരിച്ചു താ എന്റെ ഭൂതമേ. തെച്ചിക്കോലു പറിച്ചു ഭൂതം, ചേലോടു മന്ത്രം ജപിച്ചു ഭൂതം, മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം, പാൺപോടെടുക്കുന്നോതി ഭൂതം. ഉണ്ണി, ഒരു പൊന്നുണ്ണി. ഇല്ല, ഇതെന്റെ ഉണ്ണിയല്ല, ഇതല്ല എന്റെ ഉണ്ണി. പെറ്റ വയറിനെ വഞ്ചിച്ച് പൊട്ട ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. അരുത്, എന്നെ ശപിക്കരുത്. നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം, നിന്റെ കണ്ണുകളും തിരിച്ചു തരാം. എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്. ആ ആ ആ യാത്ര തിരിച്ചിടും ഉണ്ണിയെ വാരിയെടുത്തു ഉണർന്ന മൂഢാവിൻ പലവുരു ചുംബിച്ചു പത്തുരു കണ്ണ പാവം കണ്ണീർ ചോര ചൊരിഞ്ഞു. എനിക്കറിയാം എന്റെ ഉണ്ണിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ നീ വരണം. എന്റെ ഉണ്ണിയെ കാണാനും അവൻ ആനന്ദം പകരാനും ഞങ്ങൾക്ക് മംഗളേകാനും. അങ്ങനെ എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ ഭൂതം വരും. പക്ഷേ ഉണ്ണിയുടെ വീട് ഏതെന്ന് ചോദിക്കാൻ പാവം ഭൂതം മറന്നുപോയി. നങ്ങേലിയാണെ പറഞ്ഞതുമില്ല. ഉണ്ണിയെ ഭൂതം വീണ്ടും കൊണ്ടുപോയാലോ? അതുകൊണ്ടാ ഭൂതം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. എന്റെ ഉണ്ണിക്ക് മനസ്സിലായോ? പാവം ഭൂതം അല്ലേ അമ്മ?